എ.ജെ. ഫിലിപ്പ് ഉണ്ട്. ശ്രീ എ.ജെ. ഫിലിപ്പ്, ഈ സർക്കാർ രൂപീകരണത്തിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഈ സർക്കാർ അൽപായുസായിരിക്കും ഈ സർക്കാരിന് എന്ന് നമ്മൾ വിധി എഴുതുകയാണ്. അതിന് കാരണക്കാർ കൂടെയുള്ളത് നിതീഷും ചന്ദ്രബാബു നായിഡു ആണ് എന്നതാണ്. അതിൽ താങ്കൾ യുക്തി കാണുന്നുണ്ടോ? ഇതിൽ ആദ്യമായിട്ട് കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി ഒരു പൂർണ്ണ പരാജയമായിരുന്നു. അദ്ദേഹത്തിന് യുക്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കരുതായിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എൻ്റെ ആഗ്രഹം 400 മുകളിൽ സീറ്റ് കിട്ടുകയെന്നായിരുന്നു. അത് കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നു. പക്ഷേ BJPക്ക് കിട്ടിയ പിന്തുണയ്ക്ക് ഞാൻ ജനങ്ങളോട് നന്ദിയുള്ളവരാണ്. BJP അടുത്തൊരു വേണ്ട നേതാവിനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്യാതെ BJPയിലെ ഈ നരേന്ദ്രമോദി മാത്രമല്ല, കഴിവുള്ള വേറെ നേതാക്കളുണ്ടല്ലോ, അവരെ ആരെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാമായിരുന്നു. ഇദ്ദേഹത്തിനുള്ള ഏക ക്വാളിഫിക്കേഷൻ നടന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടി ജയിക്കുമെന്നായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, മോഡിയുടെ പേരിൽ വോട്ടൊന്നും കിട്ടിയിട്ടില്ല, മോഡിയുടെ പേരിൽ വോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ മോഡി പ്രഭാവം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ BJPയുടെ മാനിഫെസ്റ്റോയെക്കുറിച്ച് ആദ്യം സുഹൃത്തോട് പറയുകയുണ്ടായി. BJPയുടെ മാനിഫെസ്റ്റോയ്ക്കൊരു പേര് പോലും മോഡി ഗ്യാരണ്ടി എന്നാണ്. ആ ഒരു സ്ഥിതിയാണ്. പിന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന കാലം തൊട്ട് നമുക്കറിയാം, അദ്ദേഹം ഒരു ഏകാധിപതി, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. ശരിയോ തെറ്റുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ സമീപനം ഒരു ഡെമോക്രാറ്റിക് അല്ലായിരുന്നു, ഒരു ഏകാധിപതിയായിട്ടാണ്. ഈവൻ BJPയിൽ പോലും BJPയിലെ ആൾക്കാരോട് പോലും കൺസൾട്ട് ചെയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനവും എടുത്തിരുന്നത്. അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഒരു കൊട്ടേറിയുണ്ട്. ആ കൊട്ടേരി പറയുന്നതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ BJPക്കും BJP നേതാക്കൾക്കും ഒന്നും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു സ്വാധീനമില്ലായിരുന്നു. എല്ലാം നരേന്ദ്രമോദിയുടെ പ്രഭാവമായിരുന്നു. പക്ഷേ ഇനിയും ഇപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു മന്ത്രിസഭയാണ്. മന്ത്രിസഭ നടത്താൻ ഇദ്ദേഹത്തിന് കഴിവുണ്ടോ എന്ന് കാലം തെളിയിക്കും. ഇവിടെ നേരത്തെ മന്ത്രിസഭ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ UPA ഗവൺമെൻറ്. നടന്നപ്പോൾ അന്ന് മൻമോഹൻ സിംഗിന് മജോറിറ്റി ഇല്ല. പക്ഷേ എന്തില്ല, അന്ന് അദ്ദേഹത്തിന് പല നല്ല തീരുമാനങ്ങളും എടുക്കാൻ കഴിഞ്ഞു. അതിലൊന്നാണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ഒരെണ്ണം കൊണ്ടുവന്നു. രണ്ടാമത് ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നു. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ പല നല്ല തീരുമാനങ്ങളും അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മജോറിറ്റി ഇല്ലാതിരുന്നൊരു സമയത്താണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ഇന്ദിരാഗാന്ധി ഭരിച്ച ഒരു സമയമുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇവിടെ മജോറിറ്റി ഇല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ഭരണത്തിൽ മറ്റ് പാർട്ടികളുടെ ഔട്ട്സൈഡ് സപ്പോർട്ടോട് കൂടിയാണ് ഇന്ദിരാഗാന്ധി ഭരിച്ചത്. ഇന്ദിരാഗാന്ധിക്ക് അന്ന് നല്ല ഒരു ഗവൺമെൻറ് കാഴ്ചവെക്കാനായിട്ട് അന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഈ കോalition ഗവൺമെൻറ്റ്സൊക്കെ മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അത് നരേന്ദ്രമോദിയുടെ കഴിവിനെ ആശ്രയിച്ചാണോ ഇരിക്കുക, അതല്ല ഈ ഘടകകക്ഷികളുടെ പിന്തുണയെ ആശ്രയിച്ചാണോ ഇരിക്കുക? അതായത് അവരെ എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളും എന്നതിനെ ആശ്രയിച്ചാണോ ഇരിക്കുക? ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ, അതിപ്പോൾ ഈ BJPക്കകത്ത് തന്നെയുള്ളവർ ഇദ്ദേഹം ഇനിയും പറയുന്നത് പോലെ പഴയതുപോലെ കേൾക്കണമെന്നില്ല. BJPയിലുള്ള നേതാക്കൾ പോലും ഈ പണ്ട് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേൾക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനിയും ഭരണമെന്ന് പറയുന്ന ഒരു നരേന്ദ്രമോദി ഭരണമായിരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കുറേ പാർട്ടികളെല്ലാം കൂടെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് പറയുകയുണ്ടായി, മറ്റ് പാർട്ടിക്കാരെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 സീറ്റൊക്കെ ആക്കാമെന്ന്. അതൊക്കെ മിഥ്യാധാരണയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി കാശ് കൊടുത്ത് പാർട്ടികളെയൊക്കെ വരുത്തി നമുക്കൊരു മജോറിറ്റി ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ വെറും മിഥ്യാധാരണയാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നീട് ഈ ശ്രീ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഗുജറാത്തി
പഴയ ഹോം മിനിസ്റ്ററും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തും ഈ രാജ്യത്ത് നടപ്പാക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതായിരിക്കുന്നു. അദ്ദേഹം അത് തിരുത്തേണ്ടി വരും.